എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? അതിനകത്ത് ഒരാള് വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഗതിയില്ലായ്മയാണ് അൻവറുടെ ഗതിയില്ലായ്മ. ഇനി ഇവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയെ കുറിച്ച് ഞങ്ങൾക്ക് പണ്ടേ അറിയാം കേട്ടോ. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഇന്നിപ്പോ ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ ഒരു സഹായഹസ്തം നീട്ടിയിട്ടുണ്ട്. അത് വെറുതെ യാദൃച്ഛികമായി വന്നതല്ല. അൻവർ MLA ഒരു യാത്ര പോയിരുന്നല്ലോ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ആ ഘട്ടത്തിൽ മലപ്പുറത്തിലെ കോൺഗ്രസിന്റെ ഒരു MLA കൂടിയായ ഒരു മുൻ മന്ത്രി ആൻഡമാൻ നിക്കോബാറിൽ ഉണ്ടായിരുന്നു. KC വേണുഗോപാൽ അതുവഴി യാത്ര ചെയ്തിരുന്നു. അവിടെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണോ പിണറായി വിജയനെതിരായിട്ട് കേരള സർക്കാരിനെതിരായിട്ട് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി ചില ആലോചനകൾ നടന്നത്? ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. ആലോചനകളുടെ ഭാഗമായി ചില പ്രത്യുപകാരങ്ങളും അവിടെ തീരുമാനിക്കപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായ കുറെ കാര്യങ്ങൾ വരികയാണ്. അതുകൊണ്ട് കത്രികപ്പൂട്ടിൽ കിടക്കുന്നത് KC വേണുഗോപാലാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. KC വേണുഗോപാൽ മുൻകൈയെടുത്ത് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് അൻവർ. ചുമ്മാ ഇരിയടേ. മാത്രമല്ല പ്രതിപക്ഷ നേതാവിനോട് ധിക്കാരപരമായി അൻവർ നിലപാടെടുക്കുന്നതിന് കാരണം എന്താണ്? ഈ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഇദ്ദേഹത്തിന് അധികം ആയുസ്സുമില്ല. ഇദ്ദേഹത്തെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് അധികാരം ഉണ്ടാവില്ല. കേരളത്തിലെ പാർലമെന്ററി പാർട്ടിയിൽ തീരുമാനമെടുക്കാൻ ഡൽഹിയിൽ ആളുണ്ട്. ഇതാണ് അൻവറുടെ തന്റെ ഇടം. ഈ തന്റെ ഇടം വെച്ചാണ് അൻവർ യുദ്ധം ചെയ്തത്. ആ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ രക്ഷകനായി KC വേണുഗോപാൽ വരികയാണ്. ഈ തിരക്കഥയ്ക്ക് എത്ര കൊല്ലം പഴക്കമുണ്ടെന്നറിയോ? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയ തിരക്കഥയായിട്ടാണ് താങ്കളുടെ ഈ വായന കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ അൻവറിന് പിന്നെ ആദ്യം DMK ഉണ്ടാക്കേണ്ടിയിരുന്നില്ല, തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകേണ്ടിയിരുന്നില്ല, നേരെ പോയി കോൺഗ്രസിലങ്ങ് ചേർന്നാൽ പോരായിരുന്നു ഇത് കഴിഞ്ഞ് രാജിവെച്ച ശേഷം. ഈ ഇക്കണ്ട പ്രയാസങ്ങളൊക്കെ അൻവർ നിന്ന് ഈ ഇറയത്ത് നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പെരുമഴ എന്തിനാണത്? ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖ ഈ ഒളിച്ചുകളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. UDFുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇടതുപക്ഷത്തിന് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾക്ക് വേണ്ടി, സഖാക്കൾക്ക് വേണ്ടി ഒരു നിലപാടെടുക്കുന്ന ഒരു വ്യക്തി. ഇത്തരമൊരു നിലപാടിലേക്ക് അൻവറിനെ പോസ്റ്റ് ചെയ്തത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അജണ്ടയാണ്. അൻവർ ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്? VD സതീശനെതിരായിട്ട് ഈ അഴിമതി ആരോപണം ഇടതുപക്ഷം ഉന്നയിച്ച ആരോപണമല്ല. ഈ മീൻ വണ്ടിയിൽ വന്ന ആരോപണം ഉന്നയിച്ചതായിട്ട് ഗുണഭോക്താവ് ആരാണ്? കോൺഗ്രസിൽ. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്ന കേട്ടിട്ടേ അത് KC വേണുഗോപാലാണ്. നമ്മൾ കോൺഗ്രസിനകത്ത് നടക്കുന്ന കാര്യം മനസ്സിലാക്കണം. ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. CPMന്റെ ഏതെങ്കിലും ആവശ്യപ്രകാരമാണോ അത്തരം KC വേണുഗോപാലിനെ സ്വാധീനിക്കാൻ പറ്റുകയും KC വേണുഗോപാലിന്റെ പാർട്ടിയിലുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ ആരോപണം ഉന്നയിപ്പിക്കാൻ പറ്റുകയും ചെയ്തിരുന്നുവെങ്കിൽ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുകച്ച്. ആ ഉന്നയിച്ച ആരോപണത്തെ സൈബർ സഖാക്കൾ ഈ സൈബർ വീഥികളിലുടനീളം എടുത്ത് ആഘോഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളുടെ വല്ലാത്തൊരു സംഘടനാ പരാജയം കൂടിയാണ്, പതനം കൂടിയാണ് അതിലൂടെ നിങ്ങൾ സമ്മതിക്കുന്നത് ശ്രീ അനിൽകുമാർ. ആഘോഷിച്ചത് സൈബർ സഖാക്കളായിരുന്നില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. നിങ്ങളുടെ ഭാഗത്തിരുന്നുകൊണ്ട് നിങ്ങളുടെ ചാവേർ പടയാളിയായി നിന്നിരുന്ന PV അൻവറിനെ KC വേണുഗോപാലിനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റി എന്നാണ് ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഞാൻ പറയുന്നല്ലോ, ആൻഡമാനിൽ വെച്ചുണ്ടായ ചർച്ചയുടെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുമല്ലോ. ശരി, നമുക്ക് തൽക്കാലം ആൻഡമാനിലേക്ക് പോവാം. ഞാനൊന്ന് നിലമ്പൂർ വഴി മറ്റു അതിഥികളിലേക്ക് പോയി വരട്ടെ. ശ്രീ അനിൽകുമാർ പറഞ്ഞാൽ വരാം. ഞാനൊന്ന് പറയട്ടെ. എന്താണാ എന്ത് പറ്റി? അനിൽകുമാറിന്റെ സ്വന്തം ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പോരെ? അനിൽകുമാറിന്റെ സ്വന്തം ബൂത്തിലെ വോട്ട് പരിശോധിച്ചാൽ പോരെ? ശരി, അനിൽകുമാറിന്റെ സ്വന്തം ബൂത്തിലെ വോട്ട് പരിശോധിച്ചാൽ പോരെ? അതിപ്പോ എന്റെ വ്യക്തിപരമായി പറയുന്നത് എന്തിനാ? അല്ലേ ഞാൻ ചോദിക്കുന്നത്. അനിൽകുമാർ, ഇത് എന്ത് മര്യാദയാ? നിങ്ങൾ രാഷ്ട്രീയം പറയും, നിങ്ങൾ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന രാഷ്ട്രീയം പറയും. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. ആദ്യമായിട്ടാണോ ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ ഒരാളെ രാഷ്ട്രീയ പാർട്ടി
അല്ല വ്യക്തിപരമായി ആക്ഷേപിക്കുമ്പോൾ അജിംസ് ഇടപെടുന്നില്ലല്ലോ. അല്ലല്ല അനിലിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുമ്പോൾ എന്തേ അജിംസ് ഇടപെടാൻ? അങ്ങനെ പറയരുത് സാർ, അവരൊരു ആദർശത്തിന്റെ പേരിൽ എന്താണ് വർഗീയവാദി എന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ, അതുകൊണ്ടാണ്. ഇവിടെ വിജയരാഘവൻ നടത്തിയ വർഗീയ പരാമർശത്തിന്റെ പേരിൽ എന്തേ അനിൽ മറുപടി പറയാത്തത്? ആകെ ചളമായി, ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. രാഷ്ട്രീയമായിട്ട് ചോദ്യം ചോദിച്ചാൽ മറുപടി ശരി ഉണ്ടോ? സന്ദീപ് പ്ലീസ് ഇവിടെ രാവിലെ മറുപടി ഉണ്ടോ? അനിൽകുമാർ പ്ലീസ്. അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ലേ, അതേ രാഷ്ട്രീയം പറയാൻ തയ്യാറല്ലല്ലോ. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് ഒന്നാമതായി പറയട്ടെ, പറയൂ. എന്താ ഇത് അജിംസ് ചെയ്ത്? എന്താ അജിംസ് ചെയ്ത്? അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ല, പോയിട്ട് രണ്ടെണ്ണം കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും കേട്ടോ. ഞാൻ ചോദിക്കുക, കോൺഗ്രസിനും ബി ജെ പിക്കും വേണ്ടി ഒരുപോലെ വർത്താനം പറയേണ്ടി വരുന്ന നിങ്ങൾ ഓക്കെ വാസുവിനെ സൈനിനെ കുറിച്ച് ഇതാണോ പറയുന്നത്? ഞാൻ അനിലിന്റെയും ആർ എസ് എസുകാരുടെയും ശബ്ദം ഒരുപോലെയുണ്ട്. ഇത് ആദ്യം പിടിക്കും. അനിൽകുമാറിന്റെയും ആർ എസ് എസുകാരുടെയും ശബ്ദം ഒരുപോലെയുണ്ട്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. എന്തിനാ CPM-മാർക്ക് എത്ര വിഷമം? എന്തിനാ സഖാക്കൾക്ക് എത്ര വിഷമം? ശരി, എന്തിനാ AKG സെന്ററിൽ ഇങ്ങനെ കൂട്ടക്കരച്ചില്? എന്തിനാണ് വ്യക്തിപരമായി പറയുന്നത്? അനിൽ എന്തിനാണ് എന്നെ വ്യക്തിപരമായി പറയുന്നത്? അനിൽ ചർച്ചയ്ക്ക് പോയിന്റ് ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, അതെ, അതെ. ഈ ചർച്ചയിൽ മര്യാദകൾ കാണിക്കാം. ആക്ഷേപിച്ചിട്ട് ഞാൻ മറുപടി പറയണ്ടെന്ന് പറഞ്ഞാൽ അനിൽകുമാർ വർഗീയവാദി എന്ന് വിളിച്ച ആരെയാണെന്നാണ് പറഞ്ഞില്ല. ഞാൻ അനിൽകുമാറെ വ്യക്തിപരമായിട്ട് വല്ലതും പറഞ്ഞോ? ഞാൻ അങ്ങോട്ട് പറയാം. അങ്ങ് വ്യക്തിപരമായിട്ട് എന്നെ പറഞ്ഞിട്ട് ഞാൻ മറുപടി പറയരുത്, ഞാൻ ഇടപെടരുതെന്ന് പറഞ്ഞ് ഒരു നിമിഷം അനിൽകുമാർ ഒന്ന് വിശദീകരിക്കട്ടെ എന്താണെന്ന്. മറുപടി കേൾക്കേണ്ടി വരും. ഞാൻ രാഷ്ട്രീയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആളുകളെ ചർച്ചയ്ക്ക് കൊണ്ടുവരും. ഇപ്പൊ എന്തായി? എനിക്ക് നേരത്തെ അറിയായിരുന്നു മൂപ്പര് ഇങ്ങനെ തന്നെ പറയുള്ളൂ. നിങ്ങളുടെ BJP ബാന്ധവം വിളിച്ചു പറയുന്നു, അതാണ് നിങ്ങളുടെ പ്രശ്നം. ബോംബിന്റെ കഥ പറഞ്ഞ് വരട്ടി ഓടിക്കുന്ന പോലെ എന്നെ തുരത്താൻ അല്ല സന്ദീപ് നിർത്തൂ, അദ്ദേഹം വിശദീകരിക്കട്ടെ. അദ്ദേഹം എന്താ പറയുന്നത് വിശദീകരിക്കട്ടെ സന്ദീപ്. മാസപ്പടിയും നിങ്ങളുടെ നിങ്ങളെ പോലെ കെട്ടൊരു വർഗീയവാദിയെ കേരളം കണ്ടിട്ടില്ല. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? അപ്പൊ അനിൽകുമാർ അതാണ് സന്ദീപിന്റെ പ്രശ്നം. നിങ്ങൾ നാണംകെട്ട വർഗീയവാദി. കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഇത്രമാത്രം അതപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ബാലൻ പറഞ്ഞില്ലേ നാണംകെട്ട വർഗീയവാദിയാണ്. ഞാൻ പറയുന്നത് കേട്ടോ, നല്ല കുട്ടിയാന്ന് പറഞ്ഞത് ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ അങ്ങോട്ട് കേട്ടോ. ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ് AK ബാലൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എനിക്ക് ബാലന്റെ സർട്ടിഫിക്കറ്റ് മതി, എനിക്ക് MP രാജേഷിന്റെ സർട്ടിഫിക്കറ്റ് മതി. നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.